അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ ശ്രീധരൻ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിദഗ്ധ സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള 473.20 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിലിനെ പ്രതിനിധീകരിച്ച് ഈ ശ്രീധരൻ, ടെക്നോക്രാറ്റായ ഈ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിന്മേൽ പഠനം നടത്തുന്നതിനാണ് 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവായിരിക്കുന്നത്. ഗതാഗത സെക്രട്ടറി ആയിരിക്കും വിദഗ്ധ സമിതിയുടെ കൺവീനറായി പ്രവർത്തിക്കുക. ഇതോടൊപ്പം തന്നെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധനായ ജെ വിനയൻ, ഒപ്പം തന്നെ ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ സി വീരമണി, ഇതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട പ്രാവീണ്യമുള്ള ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരായിരിക്കും ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുക. മുഖ്യമന്ത്രിയുടെ OSD ആയ NSK ഉമേഷ് ഈ സമിതിയെ സഹായിക്കുന്ന നിലയിലും ഇടപെടും. എന്തായാലും കമ്മിറ്റിയോട് ഈ റിപ്പോർട്ടിനെ പറ്റി വളരെ സമഗ്രമായ ഒരു പഠനം നടത്താനും ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ സമർപ്പിക്കാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ സാധ്യതകൾ, അതിന്റെ ഫിനാൻഷ്യൽ ധനപരമായ പ്രായോഗികത എത്രത്തോളമാണ്, പാരിസ്ഥിതിക ആഘാതം എത്രത്തോളമാണ്, ഒപ്പം തന്നെ ഈ പാത നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരിക, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പഠിക്കാനാണ് ഈ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഇത് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ പാതയുടെ കാര്യത്തിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് മഞ്ഞക്കുറ്റി പ്രക്ഷോഭവും ഒക്കെ. അതേ സമരസമിതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ടല്ലോ. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പ്രതിഷേധ രംഗത്തുണ്ടാകുമെന്ന്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഈ സമിതിയെ നിയോഗിക്കുമ്പോഴും ശ്രീജിത്ത്? ഉന്മേഷ്, കേരളയിൽ വിരുദ്ധ സമരസമിതി ഇപ്പോൾ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിവേഗ റെയിൽപാത അത് സിൽവർ ലൈനിന്റെ പേരിലാണെങ്കിലും മറ്റെന്തെങ്കിലും പേരിലാണെങ്കിലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല, അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന തരത്തിലുള്ള പ്രതികരണം ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ തെക്കുവടക്ക് യാത്ര സുഗമമാക്കുന്നതിനായി ഒരു അതിവേഗ പാത ആവശ്യമാണ് എന്നൊരു സമീപനം മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ മുന്നോട്ട് വെച്ചിരുന്നു. അത് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. അപ്പോൾ ഒരു അതിവേഗ പാത വേണമെന്ന കാര്യത്തിൽ സർക്കാരിനും താല്പര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ അവൈലബിളായ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധ നിലയിലാണ് ഈ ശ്രീധരന്റെ ഡൽഹി മെട്രോ റെയിലിനെ പ്രതികരിച്ച് അദ്ദേഹം നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈപ്പറ്റിയത്. ആ റിപ്പോർട്ടിന്മേൽ പഠനം നടത്തുമ്പോൾ അതിൽ സമരവുമായി സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയും, ചലഞ്ചസ് എന്ന് പറയുമ്പോൾ സാമൂഹികമായും രാഷ്ട്രീയമായും വരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ് ഈ കാര്യത്തിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വെല്ലുവിളികളും പരാമർശിക്കുന്ന റിപ്പോർട്ടായിരിക്കും സർക്കാരിന് മുന്നിൽ വരിക. പിന്നീട് മന്ത്രിസഭ ചർച്ച ചെയ്തായിരിക്കും ഈ അതിവേഗ പാതയുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.